ആ വണ്ടിയാ സാർ. KL 3441. അതന്നെ ആ വണ്ടിയാ. വേഗം വിടും. ഉറപ്പാണ്. ഇതിനകത്ത് എന്താ? ജിപ്സം പൗഡർ ഒന്നുമല്ല സർ. താൻ നോക്കടോ, ഇങ്ങോട്ട് താ. കുരുമുളകാണ് സാർ, വേറെ ഒന്നുമല്ല. ഫോൺ ചെക്ക്. ഫോൺ എടു. ഇതൊക്കെ നിങ്ങൾ ഓൾറെഡി ട്രാക്ക് ചെയ്യുന്നതല്ലേ, പിന്നെന്തിനാ? സാറ് വീട്ടിൽ വന്നപ്പോഴേ ഞാൻ പറഞ്ഞിരുന്നു ഹരി അന്വേഷിച്ച് എൻ്റെ പിറകെ വരണമെന്നുള്ളത്. അവൻ ഇത്ര ബുദ്ധിയുള്ള കൂട്ടത്തിലാണ്. എന്നെ വിളിക്കാൻ വഴിയില്ല. പറഞ്ഞു വിടറോ? ഓ എടുത്തോളൂ. അവിടെ ഉണ്ട്. ആ കടയിലേക്ക് ചെല്ലട്ടെ. ശരി ഞാൻ പോകും. താനോടെ കടയുടെ ഓണർ? അതെ സാറേ. ഇപ്പൊ ഒരു പെൺകുട്ടി കൊണ്ട് വന്നില്ലേ? ആ അവിടെ എന്താ നിങ്ങളുടെ തന്നത്? അവിടെ നമ്മൾ നേരത്തെ അറിയും. കുരുമുളക് തരാമെന്നാ സാറേ. ആ കൊച്ചിനെ ഞാൻ നേരത്തെ അറിയും. പിന്നെ ആ കുട്ടി എങ്ങോട്ടാ പോയേ? ആ കുട്ടി ആ മീൻചന്തലോ അല്ലെങ്കിൽ എല്ലോടി വിൽക്കണ മണിശങ്കരയ്യരുടെ കടയിലോ കാണും. എന്താ സാറേ കാര്യം? ചോദ്യമൊന്നും വേണ്ട. വാ. ഹരി, നീ ഇത് എവിടെയായിരുന്നു? എത്ര നേരമായി? വൈഫൈ പിനാപ്പിൾ കിട്ടാൻ ലേറ്റായി. പിന്നെ സോഫ്റ്റ്വെയറും പാസ്വേഡ് കീ ഇതിലുണ്ട്. ഈ ഹാക്കറാഫ് ഇതിന്റെ ആവശ്യം വരുമോ? ചിലപ്പോൾ വേണ്ടി വരും. നമുക്ക് ലോക്കൽ ഡിവൈസിന്റെ IP അഡ്രസ് കിട്ടിയോ? ഒരു 5-6 കിട്ടിയിട്ടുണ്ട്. ബാക്കി നമ്മുടെ പിള്ളേര് കിട്ടുന്ന അനുസരിച്ച് ടെക്സ്റ്റ് ചെയ്തോളും. ഇതില് ദോഹ സിമും ഉണ്ട്, ഒമാൻ സിമും ഉണ്ട്. ചാർജ് ചെയ്താണോ? അത് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഫോൺ നിന്റെ ഫോൺ ഓഫ് അല്ലേ? എന്നാലും ടവറിലധികം നിൽക്കണ്ട വിട്ടോ. ശരി. ആ ഫോൺ നമ്പേഴ്സ് ഒന്നുമില്ല. ആ ദാ ആദ്യത്തെ ഇൻസ്പെക്ടറുടെ, അടുത്തത് SMRയുടെ, അവസാനത്തതാ അയാളുടെ. കൃഷ്ണന്റെ. ഹലോ. കാശ് കിട്ടിയ കള്ളസാക്ഷ്യം പറയുന്ന കൃഷ്ണൻ അല്ലേ? തന്റെ മൊഴിയുണ്ടെങ്കിൽ ഏതു നിരപരാധിയെയും പോലീസിന് പ്രതിയാക്കാം. ഹരി. അതേടോ, ഞാൻ ആ ജയിലിനകത്ത് തന്നെ പണ്ടാറടങ്ങി പോകുന്നു വിചാരിച്ചുള്ളതാണ്. ഹരി, ഞാൻ താൻ കൂടുതൽ ന്യായീകരിക്കൊന്നും വേണ്ട. അത് ഞാനൊന്നൊരു താൻ പോലീസിന് കൊടുത്ത മൊഴി കളവാണെന്നുള്ള അഫിഡവിറ്റ് നാളെ തന്നെ കോടതിയിൽ ഫയൽ ചെയ്യണം. അങ്ങനെ പറഞ്ഞ പോലീസ് എന്നെ വെച്ചേക്കില്ല ഹരി. ഇല്ലെങ്കിൽ തന്നെയും തന്റെ കുടുംബത്തിനെ പച്ചയ്ക്ക് എത്തിക്കും. എന്നിട്ട് ഞാൻ ശരി അയ്യോ, ആരുടെ കൈ കൊണ്ട് മരിക്കണമെന്ന് താൻ തീരുമാനിക്കും. അല്ല ഒന്ന് ചവിട്ടി വിടറോ, 11-ന് കേസ് വിളിക്കും. അല്ല സാർ, ഒരു അടിപിടി ഉണ്ടാക്കാനായിട്ട് സാറിന് ഇത്രയും ദൂരം വരേണ്ട ആവശ്യമുണ്ടായിരുന്നു?
സത്യത്തിൽ എന്താ സംഭവം? എടോ 6 മാസം മുമ്പ് മധുരയിൽ നിന്ന് വരായിരുന്നു. കുറേ മോന്മാർ പോത്തിനെയും കാളനെയൊക്കെ ഇറക്കി റോഡ് മൊത്തം ബ്ലോക്കാക്കി. ഹോൺ അടിച്ചിട്ടൊന്നും മാറിയില്ല. ഞാൻ നല്ല തെറിയെന്ന് പറഞ്ഞു. സാറാ? ആ, പക്ഷേ യൂണിഫോമിലല്ലായിരുന്നു. അവന്മാരടുത്ത് പഞ്ഞിക്കിട്ടാണ് അല്ലേ? സാറേ, സാറിൻ്റെ ജാതകം ഒന്ന് തരും. എന്തിനാണോ? റിസർച്ചിന് വിടാനാ. എടാ, അയാൾ ആ ഇൻസ്പെക്ടറെ വിളിക്കുന്നുണ്ട്. സോറി. ഇൻസ്പെക്ടർ കോൾ റിജക്ട് ചെയ്തു. ₹3000 ഫൈൻ. അത് അടച്ചിട്ട് വേണം പോകാൻ. കൃഷ്ണ, എടോ ഇൻസ്പെക്ടറെ, എന്നെ ഈ അവസ്ഥയിലാക്കിയിട്ട് ഇപ്പൊ താൻ ഫോൺ എടുക്കുന്നില്ല അല്ലേ? ഒന്ന് തിരിച്ച് വിളിക്കടോ. ആ ഹരി എന്നെ കൊല്ലാൻ ഇറങ്ങി തിരിച്ചിരിക്കുക. ആ ഇൻസ്പെക്ടർക്ക് ഒരു വാട്സപ്പ് നമ്പർ കൂടെ ഉണ്ട്. അതും കൂടി ഒന്ന് ലൂപ്പിലിട്ടേക്ക്. ഇൻസ്പെക്ടർ ദിനേശന്റെ ശ്രദ്ധയ്ക്ക്, താൻ ഏത് കോത്താഴത്ത് കിടന്ന് ഉറങ്ങുകയാണെങ്കിലും ഉടൻ വെണ്ടർ കൃഷ്ണനെ വിളിക്കടോ. അയാളുടെ ജീവൻ അപകടത്തിലാണ്. താനെന്തേ കാണിക്കുന്നത്? സോറി, ഏതൊരു ഭ്രാന്തനാ. തന്നെ തൂക്കിയെടുത്ത് അകത്തിട്ട് ഞാൻ. താൻ ട്രാഫിക് പോലീസ് അല്ലേടോ? ട്രാഫിക് പോലീസ് എന്നെ എന്ത് ചെയ്യാനാടോ? കൃഷ്ണ ലൊക്കേഷൻ മാറി. നീ രാവിലെ വിളിച്ചപ്പോ കച്ചേരിപ്പടിയായിരുന്നില്ലേ? ഇപ്പൊ മണപ്പാട്ടിപ്പറമ്പ. മണപ്പാട്ടിപ്പറമ്പ. അവരെ പൊക്കാൻ ഇതിലും നല്ലൊരു ചാൻസ് കിട്ടൂല. തമിഴ്നാടിനോടിക്കാരൊക്കെ റെസ്റ്റ് എടുക്കണ സ്ഥലമാണ്. യെസ്, അവൻ നാട് വിടും. ഇപ്പൊ അവനെ പിടിച്ചില്ലെങ്കിൽ പിന്നെ അവനെ കിട്ടൂല. ഹരി, നീ ഇപ്പൊ പുറത്തിറങ്ങുന്നത് ഭയങ്കര റിസ്കാ. പോലീസുകാരുടെ ഗ്രൂപ്പിലൊക്കെ നിന്റെ ഫോട്ടോ ഉണ്ടാവും. ഏതൊക്കെ ഗ്രൂപ്പിൽ ഫോട്ടോ വന്നെന്ന് പറഞ്ഞാലും എനിക്ക് അവനെ പൊക്കിയാലേ പറ്റുള്ളൂ. അവനെ പൊക്കിയിരിക്കും. ഇത് മൂവ് ചെയ്യണം. നോക്കി നോക്കി ഏതാ മൂവാണോ നോക്കി. അതല്ലേ ഹരി, come on, bro. ചെല്ലേ, അവൻ ഇവിടെ എടുക്ക. என்ன பிரச்சனை? ആ മൊബൈൽ എടുത്തേ. ഇയാളെന്തിനാ കോൾ ലിസ്റ്റ് വൈപ്പ് ഔട്ട് ചെയ്തിട്ട് ഫോൺ കളഞ്ഞ്? അയാൾ തമിഴ്നാട്ടിലോട്ട് മുങ്ങിയെന്ന് കരുതി നമ്മളെല്ലാവരും അങ്ങോട്ട് വെച്ച് പിടിച്ചേനെ. പണ്ട് സീഡ് പിടിക്കാൻ കോയമ്പത്തൂർ പോയ പോലീസ്. ഫോണില്ലാതെ അയാൾ എങ്ങനെയാ ലൊക്കേറ്റ് ചെയ്യുക? അമൃത വണ്ടി കയറി. വെയിറ്റ്, ഒന്ന് പോസ് ചെയ്തേ. അവിടെ സൂം ചെയ്തേ. അയാളല്ലോടോ, ഇയാളെ സൂം ചെയ്. ആ സാറേ, ഇത് കണ്ട ഷാറുഖ് ഖാൻ പ്ലേ. സാറേ, സാറിന്റെ കണ്ണിന്റെ അകത്ത് പന്ത് തട്ടി കൊണ്ട് പോയിട്ട് സാർ കണ്ടില്ലല്ലോ സാറേ. ഞാൻ മാത്രമല്ലല്ലോ, നിങ്ങൾ എല്ലാവരും അവിടെ ഉണ്ടായിരുന്നില്ലേ? സാറല്ലേ പറഞ്ഞ ബ്ലാക്ക് ടീഷർട്ടും കറുത്ത ചുറ്റിട്ടുണ്ടെന്ന് ഇറങ്ങുന്നത്. എന്നിട്ട് എവിടെ? ഹലോ, കൃഷ്ണനാണ് സാർ. എന്തായി? അവനെ പിടിച്ചോ? താൻ പോടോ. തന്നെ കൊന്നിട്ട് അവൻ പിടിയിലാവും. ഈ ഐഡിയ ഒന്നും ആ തിരുമണ്ടം ദിനേശന്റെ തലയിൽ കയറില്ല. അതുകൊണ്ടാണ് ഞാൻ സാറിനോട് വരാൻ പറഞ്ഞത്. ഇൻവേഡർ ജീപ്പ് ഏത് TV കണ്ടാലും അപ്പം തന്നെ അവിടുത്തെ ട്രാഫിക് പോലീസിനെ വിവരം അറിയിക്കണം. അതിനുള്ള എല്ലാ നമ്പറുകളും റെഡിയാക്കി വെച്ചോ. അതിനൊക്കെ ഇവിടെ വേറെ സംവിധാനങ്ങളുണ്ട്. പഴയ കാലമൊന്നുമല്ല. അയ്യോ ദിനേഷ് സാർ, അയാളെ ആ കിഴങ്ങനോട് പോയി പണി നോക്കാൻ പറ. ഫോൺ എടുക്കണ്ട. ഹലോ ദിനേഷ് സാർ. ആ അല്ല സാർ, ഞാനൊരു ഫ്രണ്ടിൻ്റെ വീട്ടിൽ വന്നത്. ആ ഇപ്പോൾ വരും സാർ. ആ ശരി സാർ, ഓക്കെ സാർ. ആ പാലാരിവട്ടത്തൊരു ഇൻവേഡർ. എവിടെ? നമ്പർ എത്രയാന്നാ പറഞ്ഞേ? KL 344111. കൺട്രോൾ റൂം,
ഒരു സിൽവർ ഇൻവേഡർ ജീപ്പ് അതുവഴി വരുന്നുണ്ട്. ഒന്ന് ബ്ലോക്ക് ചെയ്യണേ. അതിന്റെ നമ്പർ ഒന്ന് നോക്കി പറയണം. നമ്പർ അതല്ല. ഓക്കെ ഓക്കെ, വിട്ടേക്ക്. ജീപ്പിന്റെ നമ്പർ അടിച്ച് ടിവിയിൽ സെർച്ച് ചെയ്യ്. എല്ലായിടത്തും പോലീസാ. ഇനി നമ്മളിങ്ങനെ കിടന്ന് കറങ്ങുന്നത് ഭയങ്കര റിസ്ക്കാ. അയാളുടെ വീട് എവിടെയാണ്? അവിടെ വരെ ഒന്ന് പോയി നോക്കിയാലോ? അതൊന്നും വേണ്ട. 2 ദിവസത്തിനുള്ളിൽ അയാളെ കൊണ്ട് നമ്മൾ സത്യാവാങ്മൂലം കൊടുപ്പിക്കും. മോള് വണ്ടി കടയിലേക്ക് വിടും മോളെ. ബ്രോ കുഴപ്പമൊന്നുമില്ലല്ലോ? വണ്ടി ഇടിച്ച് വീഴ്ത്തിട്ട് ബ്രോയോ? ഇൻവേഡർ ജീപ്പ്, അയാളെ വിളിക്ക്. കൺട്രോൾ റൂം, ഇപ്പൊ റിപ്പോർട്ട് ചെയ്ത ജീപ്പിന്റെ നമ്പർ ഒന്ന് പറയൂ. അതിനകത്ത് എത്ര പേരുണ്ട്? ജീപ്പിൽ 2 പേരേ ഉള്ളൂ. പ്രായമായിട്ടുള്ള ഒരാളും ഒരു പെൺകുട്ടിയും. ആ ജീപ്പ് അവിടെ ഹോൾഡ് ചെയ്യണം. പോലീസ് വന്നിട്ട് പോവാന്ന് പറഞ്ഞാൽ മതി അവരോട്. ഗാന്ധിനഗർ സ്റ്റേഷനിൽ ഒരു SI ഇപ്പൊ അവിടെ വരും. റീന, എടോ കൃഷ്ണൻ പറഞ്ഞ ജീപ്പ് ലൊക്കേറ്റ് ചെയ്തിട്ടുണ്ട് പാലാരിവട്ടത്ത്. താൻ എത്രയും പെട്ടെന്ന് അവിടെ എത്തണം. പിന്നെ സാറ് തറിയണ്ട. ഓക്കെ കൃഷ്ണ പോ. ഇഷാന, ആ ജീപ്പ് ലൊക്കേഷൻ മാറി ആ സ്പോട്ടിൽ തന്നെ അറിയിക്കണം. ഓക്കെ ഓക്കെ സർ. ചേട്ടാ, ഇതാവും വന്ന ജീപ്പ് തന്നെ ആണല്ലോ അല്ലേ? ദിനേശ് സാറ് പറ്റിയതുപോലെ ആവില്ലല്ലോ എനിക്ക്. ഇല്ല സാർ, വേഗം ഇറങ്ങാൻ നോക്ക്. ഓക്കെ വിട്ടോ പോട്ടെ. വേഗം. എവിടെ? മെഡിക്കൽ സെന്റർ. കിഡ്നി സ്റ്റോൺ ആണോ അതോ ഹാർട്ട് അറ്റാക്ക് ആണോ സാറേ? എന്ത്? അല്ല, ഈ ഹോസ്പിറ്റലിലേക്ക് വെപ്രാളം കണ്ട് ചോദിച്ചതാ. എന്റെ ഉമ്മ പ്രസവിക്കാൻ കിടക്ക. താൻ വേഗം വണ്ടി വിട്ടെ. ഹലോ സജാദ്, ആ ആ ജീപ്പിന്ന് 2 പേര് ഇറങ്ങി ഒരു ഓട്ടോയിൽ കയറി പോയിട്ടുണ്ട്. ഓട്ടോയുടെ നമ്പർ പറ. ഓട്ടോയുടെ നമ്പർ വ്യക്തമല്ല. എന്റെ വാപ്പ ഈ വാഹനത്തിന്റെ ഐശ്വര്യം എന്ന് ആ ഓട്ടോയുടെ ബാക്കിൽ എഴുതിയിട്ടുണ്ട്. ഓക്കെ. സാർ ആ ഫോണിങ് തന്നെ എന്തിനാ? കാര്യമുണ്ട്. ഹലോ ഹലോ, ഞാൻ കൃഷ്ണനാണ് മനാഫെ. ആ ഇങ്ങോട്ടൊന്നും പറയണ്ട, വണ്ടി നിർത്തുകയും ചെയ്യരുത്. ആ ചേട്ടാ ഒന്ന് കുറച്ചുകൂടി സ്പീഡിൽ പോകും. ഇപ്പൊ നിന്റെ വണ്ടിയിലിരിക്കുന്നത് ഒരു കൊലക്കേസിലെ പ്രതിയാ. ചേട്ടാ കുറച്ച് അവർക്കൊരു സംശയവും തോന്നാത്ത വിധം വേണം പെരുമാറാൻ. പോലീസും ഞാനും പുറകെ വരുന്നുണ്ട്. ഓക്കെ മച്ചാ. ഇപ്പൊ എങ്ങോട്ടാണ് പോകുന്നതെന്നും എവിടെ എത്തിയെന്നും ഒരു ഫ്രണ്ടിനോട് പറയുന്നത് പോലെ എന്നോട് പറ. ആ മച്ചാ, ഞാൻ മെഡിക്കൽ സെന്റർ വരെ പോവാ. ഒരു ഓട്ടോ കൊണ്ട്. ആ ഇപ്പൊ പള്ളിമുഖത്തി. ഓക്കെ, ജംഗ്ഷനിൽ എത്തുന്നത് വരെ സ്പീഡ് കുറച്ചു പോകും. ഞങ്ങൾ അവിടെ എത്താം. ആ കുറച്ചും കൂടി വേഗം വിടും ചേട്ടാ. ആ പോവാം സാറേ. ഓട്ടോറിക്ഷയാണ് സാറേ, അല്ലാതെ ഫ്ലൈറ്റ് അല്ല. ദേ, ആ വണ്ടിയാണ്. ഏത്? അതാണോ? ആ ഓട്ടോ. ആ ആ മച്ചാ പറ. ഷോർട്ട് കട്ടാണെന്നും പറഞ്ഞ് വലത്തോട്ട് MLA റോഡിലേക്ക് തിരിക്ക്. ഓക്കെ മച്ചാ. ചേട്ടാ അതുവഴിയല്ലേ പോണ്ട് ചേട്ടാ. ആ സാറേ, ഇതുവഴി ഒരു ഷോർട്ട് കട്ട് ഉണ്ട്. അതിലേ പോയാൽ ബ്ലോക്കില്ല. ആ സജാദേ, റീന താനോടെ എത്തി? ഞാൻ ഈ ജോൺസൺ മാസ്റ്റേഴ്സ് പറയുന്ന മാർക്കറ്റ് ജംഗ്ഷനിലേക്ക് കിടക്കുക. എടോ താങ്ങോട്ട് പോണ്ട. ആ പൈപ്പ് ലൈൻ റോഡ് കയറി MLA റോഡിലേക്ക് വാ. ആ ഓ ശരി ശരി. ഇത് ശരിക്കും ചുറ്റലല്ലേ ചേട്ടാ? ഇവിടെ ബ്ലോക്കില്ല സാറേ, ഈ വഴി പോവാം. ഞാൻ ഇങ്ങോട്ടേക്ക് പോണേ. ഓക്കെ അല്ലേ? ഡബിൾ ഓക്കെ.
അവൻ നിങ്ങളുടെ കിണ്ടിയിലല്ല, എൻ്റെ വണ്ടിയിൽ. നിങ്ങൾ എൻ്റെ പുറകെ വന്നാൽ മതി, എന്നും എപ്പോഴും. മനാഫേ, സർ. നമുക്കോരോ പോപ്പിൻസ് കഴിച്ചാലോ? യെസ് യുവർ ഓണർ, ലെറ്റ് മീ കൺക്ലൂഡ് മൈ പോയിന്റ്സ് പ്ലീസ്. യുവർ ഓണർ, ശ്രദ്ധേയമായ ചില പരസ്യചിത്രങ്ങളിലൂടെ തൻ്റെ കരിയറിൽ വളർന്നുകൊണ്ടിരുന്ന നീനു ഐപ്പ് എന്ന സെലിബ്രിറ്റി മോഡലിനോട് വീട്ടിൽ സ്ഥിരമായി പത്രം എത്തിച്ചിരുന്ന അക്യൂസിഡിനുണ്ടായ ഓവർ ഒബ്സഷൻ. ഈ കേസിനാസ്പദമായ സംഭവങ്ങളുടെ തുടക്കം അവിടെ നിന്നാണ്. നീനുവിൻ്റെ റൂംമേറ്റ് ആയിരുന്ന PW1 അഞ്ജിത നാരായണൻ ഈ കോടതിയിൽ നൽകിയ മൊഴി പ്രകാരം 2022 ഒക്ടോബർ മാസം 1-ാം തീയതി പ്രതി പത്രത്തിന്റെ ബില്ലുമായി നീനുവിന്റെ വീട്ടിലെത്തി. പ്രതി മടങ്ങിപ്പോയതിനു ശേഷം നീനു അല്പം ഭയം കലർന്ന സ്വരത്തിൽ PW1 പറഞ്ഞത് ആൾ ഓവർ ഒബ്സസ്ഡ് ആണെന്ന് തോന്നുന്നു, ഈ മാസത്തോടുകൂടി പത്രം നിർത്തിയേക്കാം എന്നാണ്. നീനു തന്നെ പൂർണ്ണമായും അവോയ്ഡ് ചെയ്യുന്നു എന്ന തിരിച്ചറിവിൽ നിന്നാണ് പ്രതിയിൽ കൊലപാതകത്തിലേക്ക് നയിച്ച ഭ്രാന്തമായ വൈരാഗ്യം ജനിച്ചത്. മോട്ടീവ് ഓഫ് ക്രൈം അതാണ്. 2022 ഒക്ടോബർ മാസം 10-ാം തീയതി വെളുപ്പിന് പത്രവിതരണം നടത്തിക്കൊണ്ടിരുന്ന പ്രതി നീനുവിന്റെ റൂംമേറ്റ് ആയിരുന്ന അഞ്ജിത നാട്ടിലേക്ക് പോകുന്നു കാണാനിടയായി. തുടർന്ന് തന്റെ ബൈക്ക് റോഡിലൊരിടത്ത് വെച്ചതിന് ശേഷം പ്രതി ആ സമയം തന്റെ പതിവ് മോർണിംഗ് വാക്കിനായി കലൂർ സ്റ്റേഡിയത്തിലേക്ക് പോകുകയായിരുന്ന PW2 കൃഷ്ണൻ രാജശേഖരന്റെ സ്കൂട്ടറിന് കൈ കാണിക്കുകയും തന്നെ ഫ്രണ്ട്സ് നഗറിൽ ഇറക്കാൻ അഭ്യർത്ഥിക്കുകയും ചെയ്തു.